ഈ ഉപജനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുകയാണ് സർ. ഭരണപക്ഷ MLA-മാർക്ക് ഈ ബജറ്റിനെ കുറിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കുറേ ദിവസം നവകേരള സദസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഡൽഹി സമ്മേളനത്തിലെ പ്ലേ കാർഡിൻ്റെ മഹത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 കോടിക്കുള്ള നന്ദി വേറെ പറയണം, അത് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ പറഞ്ഞു, അതിന് ബന്ധപ്പെടുത്തല്ല. അതുകൊണ്ട് രാഷ്ട്രീയ നിലപാട് മാറാൻ പറ്റില്ലോ, പറ്റില്ല. ഇപ്പം എല്ലാവർക്കും ബാബരി മസ്ജിദിനോട് വലിയ പ്രേമ. ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പ് ബാബരി മസ്ജിദ് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ പ്രക്ഷോഭം നയിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഈ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ KPA മജീദ് MLA ആണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി കട്ട് ഓഫ് ഡേറ്റായി എടുത്ത് സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഗുലാം മെഹമ്മൂദ് ബനാത്വാല സാഹിബായിരുന്നു. ആ പ്രമേയത്തെ തുടർന്നാണ് അന്ന് രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. ആ നിയമം പോലും അട്ടിമറിച്ച് ഇപ്പൊ BJP ഗവൺമെന്റ് ബാബരി മസ്ജിദിന് ശേഷം ഗ്യാൻവ്യാപി മസ്ജിദ് അവിടെ വിഗ്രഹം കൊണ്ടുവന്നു, മറ്റു മസ്ജിദുകൾ തകർക്കാൻ ശ്രമിക്കുന്നു. മണിപ്പൂരിൽ 250-ലധികം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കുന്നു. ഇങ്ങനെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് BJP. ആ BJPയെ പ്രതിരോധിക്കാനും BJPയെ എതിർക്കാനും നിങ്ങൾ 4 ആൾ പോയി ഡൽഹിയിൽ പ്ലേ കാർഡ് പിടിച്ചുകൊണ്ട് കാര്യമില്ല. രാജ്യത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് സർ എനിക്ക് ചോദിക്കാണ്. സർ ഞാൻ എൻ്റെ ഇനി 1-2 കാര്യം പറയാണ് സർ. ഇവിടെ ഞാനിനി അല്ല രാഷ്ട്രീയ മതി. സർ ഇവിടെ നമ്മൾ JJM പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ. അപ്പോൾ JJM പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ ആകെ കീറി മുറിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗതാഗത യോഗ്യമല്ലാതെയുണ്ട്. അപ്പോൾ ആ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് പഞ്ചായത്തുകളുടെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഗ്രാന്റ് അനുവദിക്കണം എന്നാണ് സർ ഈ ഘട്ടത്തിൽ എനിക്കൊന്ന് ആവശ്യപ്പെടാനുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ. പിന്നെ സർ ഇവിടെ പാവപ്പെട്ട ആളുകളെ പാടെ മറന്ന ബജറ്റാണ് സർ ഇത്. ഈ ബജറ്റിൽ പാവങ്ങളെ ആകെ മറന്നിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ട കർഷകർ ആത്മഹത്യ ചെയ്യാൻ സർ. അത് 5 കോടി അനുവദിച്ചുകൊണ്ട് ആത്മഹത്യ പോകുന്നുണ്ടോ? എന്താ നിങ്ങൾ പറയണത്? അല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം അതിന് മറുപടി പറയണ്ട. നിങ്ങൾ ഇങ്ങോട്ട് അങ്ങനെയല്ല. 5 കോടി KSRTCക്ക് അനുവദിച്ചു എന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? അത് യഥാർത്ഥത്തിലല്ലേ? KSRTC പെൻഷൻകാർ ആത്മഹത്യ ചെയ്യണം സർ. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ എത്ര പാവങ്ങളാണ് സർ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ഇപ്പൊ ഇന്നലെ നമ്മുടെ കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്ര നടത്തി. വലിയ റാലിയ തിരുവനന്തപുരത്ത് നടത്തിയത്. അവരെന്താ പറയുന്നത്? അവരും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വ്യാപാരി സമൂഹം വലിയ സമരം നടത്തിയത് സർ. ഇപ്പോൾ സർ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി പറയുന്നത് സർക്കാർ ആശുപത്രിയിലൊക്കെ മരുന്നുണ്ട് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം സർ കോഴിക്കോട്ട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ ചേളന്നൂർ സ്വദേശി M. കൃഷ്ണദാസ്, അദ്ദേഹത്തിന് പൾമനറി OPയിലുണ്ടായിരുന്ന ഡോക്ടർ 6 മരുന്നുകൾ എഴുതി നൽകി സർ. ഒരു മരുന്ന് പോലും ആ ഫാർമസിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആരോഗ്യമന്ത്രിക്ക് തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമന്ത്രി പക്ഷേ വായിച്ചു കാണും. ചേളന്നൂർ കേരളത്തിലല്ലേ? എന്താണ്
ഇത് കേരള നിയമസഭയല്ലേ, ഇവിടെ മലപ്പുറത്തെ കാര്യം പറയാൻ വന്നതല്ലോ. ആദ്യം നമ്മൾ വേറെ പറയാം. അത് കുട്ടനാടിലെ കാര്യം മാത്രമേ ഇദ്ദേഹം പറഞ്ഞോളൂ, അദ്ദേഹത്തിന്റെ കാര്യം പരിഗണിക്കണം. പ്ലീസ് അവിടെ നിന്ന് ഇങ്ങനെ കമന്റ് പറയാതിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെ? ഇതിന്റെ നമ്മള് സർ, നമ്മളെ പ്രൈവറ്റ് ആശുപത്രിയിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് സർ. എന്താ ബോർഡ്? കാസ്പ്, പിന്നെ എന്താണ് അതുണ്ടല്ലോ, ആരോഗ്യ ഇൻഷുറൻസ്. ആ പദ്ധതിയിൽ ഇനി ചികിത്സാ സൗകര്യം അനുവദിക്കാൻ നിർവാഹമില്ല, നിങ്ങൾ സഹകരിക്കണം ദയവായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രൈവറ്റ് ആശുപത്രിക്കാർ ബോർഡ് വെച്ചാ. എന്താ കാര്യം? 1128 കോടി രൂപ ഈ പ്രൈവറ്റ് ആശുപത്രി കൊടുക്കാണ്ട്. അതുകൊണ്ട് പാവങ്ങൾക്കിപ്പോ സർക്കാർ ആശുപത്രി പോയാൽ മരുന്നില്ല. ഏതെങ്കിലും പാവങ്ങൾ ഇൻഷുറൻസ് ഉപയോഗിച്ച് പ്രൈവറ്റ് ആശുപത്രി പോകാൻ അവിടെ ഈ സംഗതി സ്വീകരിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, പാവങ്ങളെ മറന്ന ബജറ്റാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിരോധം വെച്ച് പറയല്ല. ഇവിടെ മറ്റൊരു കാര്യം സർ, പിന്നെ നമ്മൾ AIP സ്കൂൾ കാര്യം, അത് ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന ഒരു വിദ്യാലയമാണ്. ആ AIP സ്കൂളുകൾക്ക് 2003 മുതൽ എയ്ഡഡ് സ്റ്റാറ്റസ് നൽകാൻ മുമ്പത്തെ UDF ഗവൺമെന്റ് തീരുമാനിച്ചു. LDF വന്നപ്പോൾ ആ ഉത്തരവ് റദ്ദാക്കി 2015 മുതൽ എന്നാക്കി. അപ്പോൾ ശരി, 2003 മുതൽ ഈ AIP സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സർവീസ് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. അവർക്ക് ഈ ഇത്രയും കാലത്ത് സർവീസ് എന്താകും എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും ഉണ്ടാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞു സർ. ഇപ്പോൾ AIP സ്കൂളിൽ മാത്രം പുതുതായി ഉണ്ടാകുന്ന നിയമനങ്ങളും അവിടെ ലീവ് വേക്കൻസി അടക്കം സംരക്ഷിത അധ്യാപകർക്ക് വേണ്ടി നീക്കി വെക്കണം എന്നാണ് സർ പുതിയ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവ് തിരുത്തി AIP സ്കൂളുകളെ മുമ്പത്തെ പോലെ എയ്ഡഡ് സ്കൂളുകളുടെ എല്ലാ പരിഗണനയും AIP നൽകണം എന്നാണ് സർ ഈ ഘട്ടത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞാൽ സർ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് ഒരു ഇടവേളയ്ക്ക് ശേഷം സർ വീണ്ടും ഊർജിതപ്പെടുത്തി ബോർഡിൽ നിന്ന് 100 കോടി രൂപ സർക്കാർ ആവശ്യപ്പെട്ടതോടെയാണ് വീണ്ടും പിരിവുമായി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങും സർ. ഇത് കാരണം പലരും ജപ്തി ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ സർ. അതോടൊപ്പം സർ, ഇപ്പൊ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ജോലിഭാരം കൊടുക്കാൻ പോകും. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കൂടി ഞാൻ ഇവിടെ ഉന്നയിക്കാം സർ. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ മെമ്പർമാർക്ക് പെൻഷൻ അനുവദിക്കണം എന്ന ആവശ്യം വർഷക്കാലമായി നിലനിൽക്കുകയാണ്. അവർക്ക് പെൻഷൻ കൂടി അനുവദിക്കണം എന്ന കാര്യം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉപജനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി ഞാൻ എതിർക്കുന്നു.